ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇലയട റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിലാണ്. നമ്മൾ മാവ് കുഴക്കും പരത്തും ഒന്നും ചെയ്യാതെ മാവ് കോരി ഒഴിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇലയട റെഡിയാക്കി എടുക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഇലയട എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയട റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയടേനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ശർക്കരയുടെ അച്ച എടുത്തിട്ട് നമുക്കൊന്ന് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഇലയടയിലെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് മെൽറ്റായി വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അപ്പുറത്തെ ഗ്യാസിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്യാസിൽ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നെയ്യ് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ ആവശ്യം ഫില്ലിങ് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ നെയ്യിൽ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ മുമ്പ് നമുക്കിതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലൂടെ നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നീരൊക്കെ വറ്റിയിട്ട് കിട്ടും. അപ്പം നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമ്മുടെ ശർക്കരപ്പാനിയിൽ നമ്മുടെ തേങ്ങ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ കൈയെടുക്കാത്തതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ ആ ശർക്കരപ്പാനി പെട്ടെന്ന് തന്നെ ഇതിൽ വറ്റിയിട്ട് വരും. അപ്പം നമ്മളിതുപോലെ ഫില്ലിങ് ഫസ്റ്റ് റെഡിയാക്കി വെച്ചാൽ നമ്മൾ മാവ് റെഡിയാക്കുമ്പോഴത്തേനും നമ്മുടെ ഫില്ലിങ് തണുത്ത് കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ഇലയട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റിയിട്ട് വരും. അപ്പോൾ ഞാനും ഇനി ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗളെടുക്കാം. ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഒരു ദോശയുടെ ബാറ്റർ പോലെ നല്ലതുപോലെ ലൂസാവാതെ കുറച്ച് തിക്കായിട്ട് നമുക്കിതങ്ങ് മാവ് കലക്കിയെടുക്കാം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ വെള്ളം കൂടിയിട്ട് പോകും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല, കാരണം അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബാറ്റർ ലൂസായി പോയാൽ നമുക്ക് നമ്മുടെ ഇലയട പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് അങ്ങ് കലക്കിയെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ ഇതുപോലെ കണ്ടില്ലേ, നല്ലതുപോലെ തിക്കുമല്ല, നല്ലതുപോലെ ലൂസല്ല. നമ്മുടെ ദോശയുടെ ബാറ്റർ പോലെ അത്രയും ലൂസാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കൂടുതൽ ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴക്കും പരത്തൊന്നും വേണ്ട, നമുക്കിതുപോലെ ഒഴിച്ചിട്ട് തന്നെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയട റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വാഴയില എടുത്തിട്ട് കഴുകിയിട്ട് അത് വാട്ടി എടുത്തിട്ടുള്ള ഇലയാണിത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതുപോലെ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട്, കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരയുടെ ഫില്ലിങ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇല അങ്ങ് മടക്കിയെടുക്കാം. ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ആ രണ്ട് സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, സൈഡ് മടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗ്യാസിൽ ഓൾറെഡി വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ, ഞാൻ ഇതുപോലെ ഇലയിൽ ഒഴിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഗ്യാസിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്തിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് അങ്ങ് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പരത്തും കുഴക്കാനൊക്കെ ഉള്ള മടി കാരണം നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിൽ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഗ്യാസിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ അങ്ങ് ആവി കയറ്റി വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. പിന്നെ ആ വാഴയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള സ്നാക്സ് തന്നെയാണിത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒന്നെടുത്തിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. നമ്മൾ മാവ് ഒഴിച്ചിട്ട് റെഡിയാക്കിയതാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ അത് കയ്യിലെടുക്കാത്തത് നല്ല ചൂടുണ്ട്. ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പം നല്ല ചൂടുണ്ട്, കൈ കൊണ്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.